പിടിപ്പിക്കുക, നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. സ്കാൽപ്പിൻ്റെ മൊത്തം, ഹെയറിലേക്കല്ല നമ്മളെ. അപ്പം ഞാനിത് ഏകദേശം മൊത്തം തേച്ച് വന്നിട്ടുണ്ട്. മുട്ടയടിച്ച പോലെ ഉണ്ടല്ലോ. ഹായ്, ഇന്ന് നിങ്ങളടുത്ത് ഞാൻ വേറൊരു ഹെയർ കെയർ റെമഡി ആയിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കഴിഞ്ഞ വീഡിയോസിന് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ ഹെയർ കെയർ റെമഡി പറയുന്ന സമയത്ത് നിങ്ങളിപ്പം ഭയങ്കര പനങ്കുല പോലെ മുടി വളരുന്നൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റെമഡി അത്രേ പറയാൻ പറ്റുള്ളൂ. എൻ്റെ കളേർഡ് ഹെയർ ആണ്. എൻ്റെ ഹെയർ ആണെങ്കിൽ വലിയ തിക്നെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര വോളിയം കുറഞ്ഞൊരു മുടിയാണ്. ഇപ്പം എനിക്കൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് മുടിക്ക് കുറച്ചും കൂടി ഒരു കട്ടി ഫീൽ ചെയ്യണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കുറച്ച് റെമഡീസ് ആണ്. ഞാൻ ഒന്നും കൂടെ എടുത്തു പറയാണ്, ഇത് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പനങ്കുല പോലെ മുട്ടറ്റം വരെ മുടി വളരില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് നിങ്ങളെ മുടി ഇപ്പോൾ ഭയങ്കര കോല് പോലെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കുറച്ചൊരു വോളിയം ഉള്ള പോലെ ഫീൽ ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലാതെ ഇപ്പം ഇത് കണ്ടിട്ട് അയ്യോ എനിക്ക് കുറേ മുടി വരും, എനിക്ക് നിറയെ ഉള്ളു വരും, അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. കാരണം ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാളും അല്ല കേട്ടോ. മേ ബി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുമായിരിക്കും, എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാനിപ്പം എനിക്ക് പെട്ടെന്ന് ഇപ്പം നാളെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട്, അപ്പം നമ്മൾ ഈ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതിൻ്റെ കൂടെ ഷാമ്പൂ യൂസ് ചെയ്യണം. പക്ഷെ എന്നാൽ പോലും നമ്മൾ കുറച്ചും കൂടെ ഒരു നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുട്ടയിൽ കുറച്ച് ഓയില് ഇതാക്കിയിട്ട് നല്ലോണം പതപ്പിച്ചെടുത്തിട്ട് തലയിൽ തേക്കുക. നമുക്ക് മുട്ട മൊത്തമായിട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്മെല്ലും കാര്യങ്ങളും ചിലർക്ക് ഇഷ്ടാവില്ല. നമുക്കിപ്പം ഇന്നൊരു സ്ഥലത്ത് പോകണം, ഇന്നൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഈ മുട്ടയൊക്കെ എടുത്ത് തലയിലാക്കുന്ന സമയത്ത് ആ സ്മെൽ എന്തായാലും ചെറുതായിട്ട് അവിടെ ഉണ്ടാവും. നമ്മൾ ഷാമ്പൂ വാഷ് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ ഉണ്ടാവും. അതിലും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം ചെയ്യാം. ആ ചെയ്ത വീഡിയോയിൽ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു എന്നെ പോലത്തെ കുറേ ആൾക്കാരുണ്ട് ഈ തിക്ക് ഹെയർ ഒന്നും അല്ലാണ്ട് ഭയങ്കര ഇങ്ങനെ എന്താ തിക്നെസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഇതാണ് ഇത്. അപ്പം ഇന്ന് ഞാൻ പറയുന്ന വേറൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഉലുവ വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇതും അതേപോലെ തന്നെ നമുക്കിപ്പോൾ നാളെ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് ഒരു രാത്രിയൊക്കെ കുതിർത്ത് വെച്ച് നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ കിട്ടും. എന്നിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഞാൻ ഇതിന്റെ കൂടെ മുട്ടേന്റെ വെള്ളയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അലോവേര ആഡ് ചെയ്യായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ അലോവേര ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ള വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. തലേദിവസം കുതിർത്ത് വെച്ച ഉലുവയാണ്. ഇത് നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. തലേദിവസം തന്നെ കുതിർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു 8 hours എങ്കിലും വേണേ. ഇത് പിന്നെ മുട്ടയുടെ വെള്ളയും കൂടിയാണ്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടെ ലൂസായിട്ടാണ് ചെയ്യുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കട്ടെ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണേ. അങ്ങനെ ഞാൻ ഇത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണിത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുടി കണ്ടാൽ മനസ്സിലാവും കുറച്ചൊരു ഫ്രിസ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഹെയർ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഫ്രിസി ഹെയർ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ചെറിയൊരു ഓയിലി സ്കാൽപ്പാണ് എൻ്റെത്. അപ്പോൾ നമ്മളിപ്പോൾ 2-3 ദിവസമൊക്കെ കുളിക്കാണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ, മീൻസ് തല കുളിക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഹെയർ പെട്ടെന്ന് തന്നെ ഭയങ്കര ഓയിലി ടെക്സ്ചറിലേക്ക് മാറി ഒരു രസമില്ലാണ്ട് നിൽക്കും. ശരിക്കും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കുളിച്ചിട്ടാണ് പോകാന്ന് പറയാം. കാരണം എനിക്ക് കുളിച്ചാൽ അല്ലെങ്കിൽ തലേ ദിവസം ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിറ്റേ ദിവസം നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ ഹെയർ. അപ്പം ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഉലുവ വെച്ചിട്ടുള്ള ഈ ഒരു പാക്കാണ്. ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഇത് അരിച്ചെടുക്കട്ടെ, നിങ്ങൾ തുണിയിലൊക്കെ ഇട്ടിട്ട് നല്ലോണം അരിച്ചെടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ അത് ഞാനിപ്പോൾ മുട്ട മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, മുട്ടയുടെ വെള്ളം മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അലോവേരയും തൈരൊക്കെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നല്ലതായിരിക്കും അതും കൂടെ ചെയ്യുകയാണെങ്കിൽ. നല്ലൊരു ഹെയർ കെയർ റെമഡിയാണ് ഇത്. നല്ല രീതിയിൽ മുടി ഇങ്ങനെ നല്ല കട്ടിയുള്ള പോലെ ബൗൺസ് ആയിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാമ്പൂ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം നല്ല രീതിയിൽ ഹെയർ വാഷ് ചെയ്യണം. ഇത് അരിച്ചിട്ടല്ല ഇങ്ങനെ എടുക്കുന്നെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ചെറിയതൊക്കെ തലയിൽ ഇങ്ങനെ ഉണ്ടാവും. നല്ലോണം വെള്ളം എടുത്തിട്ട് നല്ല രീതിയിൽ കഴുകി എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെയറിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് കണ്ടീഷണർ യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ കിടക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞങ്ങൾക്ക് ഇതെന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇന്നിനി പറ്റുമെന്ന് അറിയില്ല, മുടി ഉണങ്ങിയൊക്കെ വരണമല്ലോ. ഞാൻ അങ്ങനെ നോർമലി അങ്ങ് ഉണങ്ങി കോട്ടയെന്ന് വിചാരിച്ച് വിടാറാണ്. ഡ്രയറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ കളർഡ് ഹെയർ ആയതുകൊണ്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും നമ്മളെ കളർ ലോങ് ലാസ്റ്റ് ചെയ്യോ ഇല്ലയോ നോക്കാൻ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും.
എനിക്കും അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ചിലപ്പം ഉണ്ടാവില്ലായിരിക്കും, നമ്മൾ അതിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ അധികം മുടിയിലേക്കാക്കി ചെയ്യാറില്ല. ഞാൻ അധികം നമ്മളെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യാറ്. നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യും. നമുക്കിത് താരനും അത്യാവശ്യം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചിലർ പറയുന്നേക്കാം ഉലുവ തേക്കുകയാണെങ്കിൽ താരൻ കൂടുന്നൊക്കെ. അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നല്ല രീതിയിൽ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു 20 മിനിറ്റ്, ഒരു അരമണിക്കൂർ, കൂടുതലൊന്നും വെക്കണ്ട കേട്ടോ. ചില ആൾക്കാർക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നം അങ്ങനെ എന്തൊക്കെയുള്ള ആൾക്കാർ ഒരുപാടൊന്നും വെക്കണ്ട. എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ മുടിൻ്റെ അറ്റത്തേക്കൊക്കെ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്, പനങ്കുല പോലെ മുടി വളരില്ല. ജസ്റ്റ് ഒരു വോളിയം ഉള്ളതുപോലെ ഫീൽ ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളിത് തേച്ച് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് വന്നില്ലല്ലോ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. അപ്പം നമുക്ക് എന്തായാലും ട്രൈ ചെയ്തോ. നമ്മൾ നല്ല രീതിയിൽ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക, നല്ലോണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. സ്കാൽപ്പിൻ്റെ മൊത്തം ഹെയറിലേക്കല്ല, നമ്മളെ സ്കാൽപ്പിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഡ്രൈ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ കുറച്ച് ഓയിൽ മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് തേക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ കൂടെ നമുക്ക് അലോവേരയും കേടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അലോവേരയൊക്കെ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാതിരുന്നത്. എൻ്റെ കയ്യിൽ പാകെ മുട്ട മാത്രമായിരുന്നു, അതുകൊണ്ട് ഞാൻ മുട്ട മാത്രം എടുത്ത് തേച്ചു കേട്ടോ. എന്തായാലും ഞാൻ തേച്ചിട്ട് വരാം. ഞാൻ പഴയൊരു ടീഷർട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്, കാരണം ഇത് മൊത്തം അഥവാ മേലൊക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഇത് മൊത്തം തേച്ചെടുക്കട്ടെ. ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സുഖമായിരിക്കും. നിങ്ങൾക്ക് പുറത്തുനിന്ന് പല സൗണ്ടും കേൾക്കുന്നുണ്ടാവും. ഞാൻ പുറത്ത് വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അങ്ങനെ വല്ല സൗണ്ട് കേൾക്കുവാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യണേ. കാരണം എനിക്ക് ചെറുതായിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കേൾക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യണേ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായല്ലോ. ഭയങ്കര സിമ്പിളാണ്. മുട്ട അടിച്ച പോലെ ഉണ്ടല്ലേ, ഭയങ്കര സിമ്പിളാണ്. മുട്ടയും തലേദിവസം കുതിർത്ത് വെച്ച ഉലുവയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് തലയെത്തിക്കും, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പം ഞാൻ എന്തായാലും അത് തേച്ചിട്ട് വരാം. കാരണം ഞാൻ ഇപ്പോൾ അകത്താണ് ഉള്ളത്, റൂമിൽ ഇങ്ങനെയാണ് ഉള്ളത്, ഹോളിലാണ്. അപ്പോൾ ഇവിടെ മൊത്തമാവും. ഞാൻ തേച്ചിട്ട് വരാം. ഓക്കെ. അപ്പം ഞാനിത് ഏകദേശം മൊത്തം തേച്ച് വന്നിട്ടുണ്ട്. മുട്ട അടിച്ച പോലെ ഉണ്ടല്ലോ ഒരുമാതിരി. ലൈറ്റ് ചെറുതായിട്ട് പോയി തുടങ്ങി, ഇരുടാവാൻ തുടങ്ങിയത്. ശരിക്കും ഈ സമയത്തൊന്നും ചെയ്യരുത് കേട്ടോ. തലവേദന, ജലദോഷം പെട്ടെന്ന് വന്ന് പിടിക്കാനുള്ള ബെസ്റ്റ് ടൈമാണ്. ഞാൻ പിന്നെ പണ്ടേ ഈ സന്ധ്യാസമയത്താണ് കുളിക്കാൻ പോവുക. എനിക്ക് ദിവസം ചീത്തയൊക്കെ ഉണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ ചെയ്യുക കേട്ടോ. കാരണം ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് മുടിയൊക്കെ ഉണങ്ങാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇത്രയും സമയമാണ്, ഞാൻ ഇപ്പോൾ 6 മണിയോ എന്തോ ആയി. സമയത്തൊന്നും ചെയ്യരുത് ശരിക്കും. ഇനി മുടിയൊക്കെ ഉണങ്ങണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണങ്ങില്ലല്ലോ. മഴ, നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ അങ്ങനെ മഴയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇടയ്ക്കെങ്ങാൻ പെയ്താ അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്നെന്തോ ഒരു ചെറിയൊരു തണുത്ത കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫിനിഷ്. നിങ്ങളുടെ മുടീൻ്റെ തിക്നെസ്സും ലെങ്ത്തൊക്കെ അനുസരിച്ച് എടുക്കാം കേട്ടോ. എൻ്റെ മുടിക്ക് അങ്ങനെ വലിയ തിക്നെസ് ഒന്നുമില്ല. പിന്നെ ലെങ്ത് ആണെങ്കിൽ പോലും അങ്ങനെ വലിയ ലെങ്ത് ഒന്നുമുള്ള ഹെയർ ഒന്നും അല്ല എൻ്റെത്. എൻ്റെ ടീഷർട്ട് കണ്ടിട്ട് ആരും തെറ്റിയിരിക്കുക. അത് കാരണം പഴയതാണ്. ഇത് ചെയ്താൽ എൻ്റെ മേലൊക്കെ ആവും, ഡ്രസ്സിലൊക്കെ. അപ്പോൾ പിന്നെ അതാണ് ഞാൻ ഇതെടുത്തിട്ടത്. പിന്നെ ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യുന്നൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. ഞാൻ ഇവിടെ തന്നെയായിരുന്നു ചെയ്യാറ്. ഇതൊരുമാതിരി ഭയങ്കര ഇങ്ങനെ ഒരു കൊഴുപ്പാണല്ലോ, കൊഴുപ്പ് എന്നല്ലേ പറയാം, കൊഴുപ്പ്. അപ്പോൾ ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ, നിലത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ തുടയ്ക്കണം. അത് ഇച്ചിരി റിസ്ക് പരിപാടി. അതുകൊണ്ട് ഞാൻ പിന്നെ പുറത്തുനിന്നാക്കിയത് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്യുന്ന കാണിക്കാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വരി എടുത്ത് ഫുള്ള് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഹെയറിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ എനിക്കിത് കറക്റ്റ് സ്കാൽപ്പിലേക്കായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. എന്നെ കാണുമ്പോൾ എനിക്കും എന്തോ പോലെ തോന്നും. പക്ഷെ നല്ലതാണ് ഗൈസ്. ഉലുവയ്ക്ക് ചെറിയൊരു മണം ഉണ്ടാവും, പക്ഷെ അത് വലിയ പ്രശ്നമൊന്നും ഇല്ല. ചെറിയ മണം, അതൊന്നും കുഴപ്പമില്ല. ഇത് ഞാനൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇത് അരമണിക്കൂറൊക്കെ വേണേൽ വെക്കാം. പക്ഷേ പിന്നെ ചെറുതായിട്ടൊന്ന് ഉണങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആക്കാൻ പാടില്ല കേട്ടോ. കാരണം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളെ ഹെയർ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇത് കുറച്ചും കൂടെ ഹെയറിനെ ഇങ്ങനെ
ഒരു ഇതാക്കുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണങ്ങി അങ്ങനെ ഒന്നും വെക്കരുത്. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയട്ടെ, ഞാനിപ്പോൾ എടുത്ത ഈ ഉലുവയിൽ ഇതെനിക്ക് ബാക്കിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഫസ്റ്റ് തന്നെ എടുക്കല്ലേ, മൊത്തം മുടിയിലാക്കി കഴിഞ്ഞിട്ട് എടുക്കാൻ പാടില്ല. അതിൻ്റെ മുന്നേ വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് കയ്യിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ. ഈ ചിലർ പറയുന്നതൊക്കെ അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പാലിൻ്റെ അകത്ത് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഉലുവ പാല് കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ട് മുഖത്ത് വെച്ചാൽ നല്ലതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് ട്രൈ ചെയ്യണം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇത് നല്ലതാട്ടോ. ജസ്റ്റ് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കഴുകും, നമുക്ക് കുറച്ചുകൂടി സോഫ്റ്റായ ഫീൽ കിട്ടാറുണ്ട്. അങ്ങനത്തെ കുറച്ച് പൊടിക്കൈകളുണ്ട് കേട്ടോ. ഞാൻ അങ്ങനത്തെ ഓരോന്നാണ് ചെയ്യാറ്. ബാക്കിയുള്ള പ്രൊഡക്ട്സിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ അങ്ങനെ ഇതുവരെ വാങ്ങിക്കാൻ തോന്നിയിട്ടില്ല. സോ ഞാൻ ഇങ്ങനത്തെ ഓരോ പൊടിക്കൈകളൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. പിന്നെ ഹെയർ ഉലുവ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുകയൊക്കെ ചെയ്യാം, മീൻസ് ഡെയിലി തേക്കരുത്, വീക്ക്ലി ഒരു 2 ദിവസം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹെയറിന് നല്ലതുണ്ടാകുന്നൊക്കെ പറയുന്നേക്കാം. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഉണ്ടോ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ പറയും ഇത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എൻ്റെ സൈഡിലുള്ള മിസ്റ്റേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച ചിലപ്പോൾ ഞാൻ ചെയ്യും, പിന്നെ അടുത്ത ആഴ്ച ഞാൻ ചെയ്യൂല. അങ്ങനെ അത് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പം 2 ഡേയ്സ് ചെയ്തു 3 ഡേയ്സ് ചെയ്തു എന്നിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് റീഗ്രോത്തും അതൊക്കെ വരുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഹെയർ എന്തായാലും നല്ലത് ഇങ്ങനെ കിടക്കും, മീൻസ് ഇങ്ങനെ കിടക്കില്ല, എൻ്റെ മുടി കുറച്ചായതുകൊണ്ട് ഇങ്ങനെ കിടക്കും അത്യാവശ്യം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഞാൻ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ നാളെ കാണിക്കാം കേട്ടോ. അപ്പം എനിക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഇതൊക്കെ വാരി തേക്കുന്നത്. കാരണം എനിക്ക് നാളെ നല്ല മുടിയൊക്കെ ഇങ്ങനെ പുറപ്പിച്ച് കിടക്കണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ബൈ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇത് പിറ്റേ ദിവസത്തുള്ള റിസൾട്ടാണ്. ഹെയർ നല്ല തിക്കായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഹെയർ സെറവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു കേട്ടോ ഇതിൻ്റെ റിസൾട്ട്. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായില്ല, എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല ബൗൺസി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ ഹെയർ കുറച്ചും കൂടെ തിക്കുള്ളതാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഉള്ളതിനേക്കാളും ഒന്നും കൂടെ എക്സ്ട്രാ ഡബിൾ ആയിട്ട് കാണിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും 100% ഷുവറാണ്, ഞാൻ ഉറപ്പ് വരുന്നു ആ കാര്യത്തിൽ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.